ഹായ്. യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നത് കൃഷ്ണൻ ശ്യാമവർണ്ണൻ, അഞ്ജനവർണ്ണൻ, കാർമുകിൽ വർണ്ണൻ എന്നൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന കളറോ ഇതാ, ഇതുപോലെ നീല കളറിലാണ് കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചു? എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ തോന്നിയ ഒരു സംശയമാണിത്. എന്തുകൊണ്ടാണ് കൃഷ്ണനെ ഈ നീല കളറിൽ കാണുന്നത്? അപ്പോൾ പല കുട്ടികളും പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്താ കൃഷ്ണൻ്റെ ശരിക്കുള്ള കളർ എന്താണ്, നീലയാണോ അതോ കറുപ്പാണോ? കൃഷ്ണനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു സംശയമാണ്. കാരണം നമ്മൾ കാണുന്ന കൃഷ്ണനൊക്കെ നീല കളർ. ആര്യന്മാരുടെ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡന്മാരെന്ന് പറഞ്ഞാൽ കറുത്ത് തടിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആര്യന്മാരെന്ന് പറഞ്ഞാൽ വെളുത്ത ശരീരപ്രകൃതിയോട് കൂടിയവരാണ്, കുറച്ച് നീണ്ട ശരീരപ്രകൃതി ഉള്ളവരാണ്. അവർക്ക് ഈ കറുത്ത ദൈവങ്ങൾ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവരുടെ സവർണ്ണ മേധാവിത്വവും വർണ്ണവെറിയൊക്കെ കൊണ്ട് അവർക്ക് ഈ കറുത്ത ദൈവങ്ങളെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് പാവം നമ്മുടെ കൃഷ്ണന് ഇതുവരെ സ്വന്തം കളറ് റിവീൽ ചെയ്യാൻ കഴിയാത്തത്. സ്വന്തം കളർ ഇതുവരെ. അപ്പോൾ ഇന്നും നമ്മൾ ആര്യന്മാരുടെ ചിന്തയ്ക്ക് അടിമപ്പെട്ടിരിക്കും. കഷ്ടം എന്നേ പറയണ്ടു. ഇതുവരെ സ്വന്തം കളറിൽ കൃഷ്ണൻ എവിടെയും പ്രത്യക്ഷപ്പെടാനായിട്ടില്ല. അതായത് നമ്മൾ ചിന്താപരമായ അടിമത്വം ഇതുവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. കുട്ടികൾ അവർ പഠിക്കുന്നതൊന്ന്, കാണുന്നത് വേറെ ഒന്ന്. അതിങ്ങനെ തുടർന്നുകൊണ്ടേ പോരാണ്. ഒരു നാട്ടു നടപ്പായിട്ട്, ഒരു ആചാരമായിട്ട് ഇങ്ങനെ തെറ്റിക്കാതെ തുടർന്നുകൊണ്ടേ പോരാണ്.